ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖം, അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. 6 ഓഫ് വാണ്ട്സ്, 7 ഓഫ് വാണ്ട്സ്, 9 ഓഫ് പെന്റക്കിൾസ്. ഒരു കാർഡ് കൂടെ നോക്കാം. ദ മൂൺ എനർജി ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട്, അതായത് തെറ്റിദ്ധാരണകളാണ്. ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോഴേക്കും യഥാർത്ഥമായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് തെറ്റിദ്ധാരണകൾ മൂലം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കോ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലായിരിക്കുകയാണ്. ക്ലാരിറ്റിയോട് കൂടി അവരുടെ കൺമുന്നിലേക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇമോഷണലി നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ കാർഡ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കുക. ഇവരായിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വീണ്ടും ഒന്നുകൂടെ നിങ്ങളെ കണക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. എങ്കിൽ പോലും ഇതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കുക. എന്നുവെച്ചാൽ ബ്ലോക്ക് ഒക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരുങ്ങുകയാണ്. കമ്മ്യൂണിക്കേഷനിൽ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു റിഗ്രറ്റ് ഫീൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്.